വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 7ാമത്തെ ശ്ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 6 നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് 7ാമത്തെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അഗ്രാഹീയ ശാശ്വത കൃഷ്ണ ലോഹിതാക്ഷ പ്രതർദന പ്രഭൂത സ്ത്രീക ധാമ പവിത്രം മംഗളം പരം. ഒന്നുകൂടെ പറയാം: അഗ്രാഹീയ ശാശ്വത കൃഷ്ണ ലോഹിതാക്ഷ പ്രതർദന പ്രഭൂത സ്ത്രീക ധാമ പവിത്രം മംഗളം പരം. ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് പ്രാവശ്യം കേട്ടാലും ഇത് മനസ്സിലാകത്തുള്ളൂ. കാരണം സംസ്കൃതം ആയതുകൊണ്ട് ഇത് നല്ല ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ. നമ്മൾ കുറേ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് ഈസി ആകും. എങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളാൽ മനസ്സിലാക്കാൻ പറ്റാത്തവനും എല്ലാ കാലത്തും ഒരേപോലെ നിലനിൽക്കുന്നത്. നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞ ഏകദേശം അർത്ഥങ്ങളൊക്കെ ഒരുപോലെ തന്നെ വരും. പലയിടത്തും ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതിനും, കഴിഞ്ഞ പ്രാവശ്യം ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് എല്ലാ കാലത്തും ഒരേപോലെ നിലനിൽക്കുന്നവനും ഹൃദയത്തെ ആകർഷിക്കുന്ന, എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് നമ്മുടെ കൃഷ്ണ ഭഗവാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ആകർഷിച്ചുകൊണ്ട് നിത്യാനന്ദ സ്വരൂപൻ എന്നും ആനന്ദത്തോടുകൂടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മളെ ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്ന, അതുപോലെ തന്നെ പ്രളയകാലത്ത് പ്രപഞ്ചത്തെ പദാർത്ഥങ്ങളോടൊപ്പം പ്രളയജലത്തിൽ ലയിപ്പിക്കുന്നവനുമായ, പ്രദർധനനുമായ, പൂർണ്ണനായവനും 3 കാലങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവനും. ത്രിലോക അറിയാമല്ലോ, 3 കാലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിവുള്ളതാണ്. അതൊക്കെ വിശദീകരിക്കാനിരുന്നത് നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മീനിങ് മാത്രം ഞാൻ പറഞ്ഞു തരുവാണ്. 3 ലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവനും ശുദ്ധമാക്കുന്നവനും ശുദ്ധമായിട്ടുള്ളവനും, നമ്മളെ ശുദ്ധമാക്കുന്നു, അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ളവനും പരമോത്കൃഷ്ടനായവനും മംഗളസ്വരൂപനുമായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളതൊന്ന് കേട്ട് നോക്കുക. 2 പ്രാവശ്യം വെച്ച് കേൾക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ചെറിയൊരു അറിവ് കിട്ടും. അങ്ങനെയൊന്ന് കേട്ട് നോക്കുക. ഇപ്പം ഞാനിത് എല്ലാവരിലും ഒന്ന് എത്തിക്കുക എന്നുള്ളത്, ഞാൻ പഠിച്ചത് നിങ്ങൾ കൂടി പറഞ്ഞു തരിക എന്ന് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീത നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഉയരുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഉയർത്തുക എന്നാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിക്കുക. എല്ലാവരും നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഈ സഹസ്രനാമങ്ങൾ നമ്മൾ ഉപദേശിച്ചു തരുന്നതും. ഇത് നിങ്ങൾ ചൊല്ലിപ്പഠിക്കണമെന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കാരണം നമ്മുടെ മൈൻഡിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും, നമുക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അതൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയുകയോ അത് പഠിക്കാൻ പറ്റിയത് ഭാഗ്യമെന്ന് പറയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആവർത്തിച്ച് കേൾക്കുക, നിങ്ങൾ പഠിക്കുക. എല്ലാവർക്കും, ആവശ്യക്കാർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നാമവുമായിട്ട് ഞാൻ വീണ്ടും വരാം.